ചൈനീസ് ആമ്പാണ്, അതുപോലെ തന്നെ വില കുറഞ്ഞ ഓഫറാണ്. അതിന്റെ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ, എന്നാലും അത്യാവശ്യം കാര്യങ്ങൾ അതിന് കേൾക്കും. എന്താണ് ബേസ് എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ അല്ലേ നമ്മളെ ചാനലിലെ. ഒരു സൗണ്ട് കേൾപ്പിച്ചു തരാം. ബേസ് ആണ്. ആ ബേസ് ഇപ്പോ അതിന്റെ കോൺസെപ്റ്റ് ആകെ മാറിയിട്ട് അത് സബ് ഊഫറിന് വരുന്ന ഒരു സൗണ്ട് മാത്രമാക്കി മാറിയിട്ടുണ്ട്. ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് നമ്മളെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ശരിക്കും നല്ല രീതിയിൽ മില്യൺസ് വ്യൂസ് പോയ ഒരു വീഡിയോ ആണ്. അതുകൂടാതെ അതിനകത്ത് അത്രയും റെസ്പോൺസ് വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ അതിനകത്ത് ഞാൻ വീഡിയോയിൽ ചോദിച്ചത് എന്താ വെച്ചാൽ ഈ തരത്തിൽ ബേസുള്ള ആംപ്ലിഫയർ സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമുക്ക് അതിനെ പറ്റി ചെറിയൊരു വീഡിയോ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിരുന്നു. ആ വീഡിയോ ആണ് ഈ വീഡിയോ. അതായത് ഒരു ആംപ്ലിഫയർ സെലക്ട് ചെയ്യാനോ വാങ്ങാനോ പോകുമ്പോൾ നിങ്ങൾ ആ ആംപ്ലിഫയർ വാങ്ങുമ്പോൾ എന്തൊക്കെ സെറ്റിങ്സ് ചെക്ക് ചെയ്യണം നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടാൻ. നിങ്ങൾ വില കുറഞ്ഞൊരു ആംപ്ലിഫയർ വാങ്ങാൻ പോവുകയാണെങ്കിലും ചീപ്പ് റേറ്റിൽ എന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ടായാൽ മതി എന്നുള്ള നിലക്ക് പോവുകയാണെങ്കിൽ ഈ പറയാൻ പോകുന്ന ഒരു കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അവിടെ നിന്ന് എന്താണോ കിട്ടുന്നത് മുകളിൽ നിന്നുണ്ടെങ്കിൽ അത് വാങ്ങിപ്പോരുക. അതല്ല നിങ്ങൾക്ക് അത്യാവശ്യം ഒരു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് വേണം, അത്യാവശ്യം ഇടിയും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ള നല്ല ബേസും ട്രബിളും ക്വാളിറ്റിയും ഔട്ട്പുട്ടും ഒക്കെ അത്യാവശ്യം നിങ്ങൾ കൊടുക്കണ പൈസക്കുള്ള ഒരു തരത്തിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ആംപ്ലിഫയറിനകത്ത് നിന്ന് ഔട്ട്പുട്ട് വരുമ്പോൾ എന്തെല്ലാം രീതിയിൽ ആ സെറ്റിങ്സ് വരുന്നതെന്നൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. അതേപോലെ തന്നെ ആ സെറ്റിങ്സ് കൊടുക്കുമ്പോൾ വരുന്ന ഔട്ട്പുട്ടൊക്കെ ഏതിൽ കൂടെയാണ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നും ശ്രദ്ധിച്ച് നോക്കുക. അത് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സംഭവം ഭയങ്കര ബ്രില്യൻസ് ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ബാസ് ട്രബിൾ വോളിയം സബ് ഊഫർ ഉണ്ടെങ്കിൽ അത് 2.1 5.1 ആണെങ്കിൽ സബ് ഊഫർ ഉണ്ടാവും. അങ്ങനെ സബ് ഊഫർ ഉണ്ടെങ്കിൽ അതിൻ്റെ വോളിയം അതിൻ്റെ ഗെയിൻസ് ഫ്രീക്വൻസി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശരിക്കും വർക്ക് ചെയ്യുന്നത് അതിൻ്റെ രീതിയിൽ തന്നെയാണോ എന്ന് ശ്രദ്ധിച്ചു നോക്കുക. അത്രേ ഉള്ളൂ. എക്സാമ്പിളായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നാടൻ ആംപ്ലിഫയർ ഒന്നുണ്ട്, ഒരെണ്ണം കൂടി ഉണ്ട്, പിന്നെ ബാക്കി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടാണ് ഞാൻ എക്സാമ്പിൾ കാണിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കേ. വില കുറഞ്ഞ ഓഫറാണ്, അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ, എന്നാലും അത്യാവശ്യം കാര്യങ്ങൾ അതിന് കേൾക്കും. ബാസ് കൺട്രോളാണ്. ഫുൾ ഇട്ടു, ബാസ് കൂടിയോ. സബ് കൺട്രോൾ. അപ്പോൾ ആ ബേസ് കേൾക്കുന്നുണ്ട്. ബേസ് കൂടി, സബിൽ കൂടെ ബേസ് കൂടി. കുറഞ്ഞു കൂടി. സബ് വോളിയം കുറയ്ക്കാണ്. ഒരു അടിയില്ല. സബ് ഫുൾ അപ്പോൾ ഈ ആംപ്ലിഫയറിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ 5.1 ആണ് എന്ന് മനസ്സിലായില്ലേ. അതായത് സബ്, സറൗണ്ട്, സെൻറ്റർ, വോളിയം, ബാസ്, ട്രബിൾ. ഇതിൽ ഈ ബാസ്, ട്രബിൾ, വോളിയം നമുക്ക് ഫ്രണ്ട് ചാനലിൽ അല്ലെങ്കിൽ ഇനിയിപ്പോൾ എത്ര ചാനലിലാണോ അത് കൊടുക്കുന്നത് സറൗണ്ട് സെൻറ്ററിന് കൊടുക്കണമെങ്കിൽ അതിലൂടെ മെയിൻലി ഫ്രണ്ട് ചാനൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇത് രണ്ടിലും ഈ ബാസും ട്രബിളും കൺട്രോൾ ആവണം. അതായത് ബാസ് കൂട്ടുമ്പോൾ ഈ ഫ്രണ്ട് ചാനലിൽ കൂടിയുള്ള ബാസ് വരണം. ഇപ്പോൾ സാറ്റലൈറ്റ് സ്പീക്കറുകളൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിലൂടെ ബാസ് കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളതിന് ഈ തരം ആംപ്ലിഫയർ മതി. പക്ഷേ ഏതൊരു തരം സ്പീക്കർ ആയാലും ശരി ഈ തരത്തിലുള്ള ആംപ്ലിഫയറാണ് ഏറ്റവും കൂടുതൽ വാങ്ങാൻ കിട്ടാനുള്ളത്. അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അവിടെയാണ് ബാസ് എന്നുള്ള ആ ഒരു യഥാർത്ഥ കോൺസെപ്റ്റ് ആളുകൾക്ക് വിട്ടുപോയത്. ആ ബാസ് ഈ രണ്ട് തരത്തിൽ, അതായത് സബ് ഊഫറിൽ കൂടി വിടുക എന്നുള്ള ആ ഒരു രീതി വന്നതോടുകൂടി, അതായത് ചാനൽ സ്പീക്കറിലൂടെയുള്ള ബാസ് എന്താണ് എന്നുള്ളത് മനസ്സിലാവാതെ ആളുകൾക്ക് ബാസ് എന്ന് പറയുന്നത് ഒരു മുഴക്കം, ഒരു ഇടി, ഒരു ബും അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയായിട്ട് ആ ഒരു മാനസികാവസ്ഥ ആ ഒരു തരത്തിൽ മനസ്സിലാക്കി അത് ആണ് ബാസ് എന്നുള്ള നിലക്ക്. ബാസ് ബേസ് എന്നൊക്കെ പറയുന്നത് സെയിം സംഭവം തന്നെയാണ്. നാട്ടിൻപുറത്ത് പറയുന്നത് ബാസ് എന്നാണ്, ശരിക്കും ബേസ് എന്ന് പറയും. അപ്പോൾ
അത് ആ രീതിയിൽ മനസ്സിലാക്കി പോയി. അപ്പോൾ അത് തിരുത്തി നിങ്ങൾ ചെക്ക് ചെയ്ത് കറക്റ്റാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഓഡിയോ ലെവൽ എക്സ്പീരിയൻസ് ചെയ്യാം. അതേപോലെ ഇപ്പോൾ ഈ റിമോട്ട് കിറ്റ് ആണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ AVR ആണുള്ളത്, അങ്ങനെ ഏത് തന്നെ ആംപ്ലിഫയർ ആയാലും ശരി, അതിൻ്റെ അകത്ത് നമുക്ക് ചാനൽ സ്പീക്കേഴ്സ് എന്നുള്ള ബേസ് ആൻഡ് ട്രബിൾ ആ ലെവൽ കറക്റ്റായിട്ട്, അതായത് ആ ബേസ് ഇപ്പോൾ കൺട്രോൾ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും, ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ബേസ് കൺട്രോൾ പ്ലസ് ആൻഡ് മൈനസ് ഉണ്ട്, അത് ചില കിറ്റുകളിൽ അത് ഉണ്ടാവില്ല, റോക്ക് പോപ്പ് മ്യൂസിക് അങ്ങനത്തെ ഓരോ ഓപ്ഷൻസ് ഉണ്ടാവുക. പക്ഷേ അങ്ങനെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്ക് ആ ചാനൽ സ്പീക്കറിൽ കൂടി ഫ്ലാറ്റ് റെസ്പോൺസ് ആയാലും ശരി, അതിലൂടെ ആ ബേസ് ആൻഡ് ട്രബിൾ, അതായത് ശരിക്കുള്ള ഓഡിയോ ലെവൽ വരും. അത് വന്നിട്ട് അതിൻ്റെ കൂടെയുള്ള ലോ എഫക്റ്റാണ് നമുക്ക് സബ്വൂഫർ കൂടി വരേണ്ടത്. ഇപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചുള്ള 2030 IC ആണ് ചാനൽസിന്. 2030 IC എന്നൊക്കെ നല്ല ബേസ് വരും, ബാസും ട്രബിളും കൺട്രോൾ കൊടുത്താൽ. നമ്മൾ കാണാത്ത സാധനമല്ലല്ലോ, നിങ്ങൾക്കറിയാലോ. ഒരു 10 വാട്ട്സ് അല്ലെങ്കിൽ ഒരു 5 വാട്ട്സ് ആയാലും ശരി, അതിൽ ബാസ് ട്രബിൾ കൺട്രോൾ കൊടുത്ത് ഒരു സ്പീക്കറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ബാസ് ലെവൽ കൺട്രോൾ ആവും. നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു ക്വാളിറ്റി ലെവൽ, നമുക്ക് പതറാത്ത ലെവലിൽ ബാസ് വെച്ചിട്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും. അതിന് കൂടെ ലൈറ്റായിട്ട് സബ് കൊടുക്കുക, അതായത് അതിൻ്റെ കൂടെ ക്രോസിംഗ് സെക്ഷൻ എവിടെയാണ് എന്നുള്ള ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതായത് ബാസ് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് താഴോട്ടുള്ള ഒരു ഫ്രീക്വൻസിക്കാണ് ശരിക്കും സബ്വൂഫർ ഉപയോഗിക്കുന്നത് ലോ എക്സ്പീരിയൻസ് കിട്ടാൻ. ലൈനാണ് LFE, അതായത് ലോ ഫ്രീക്വൻസി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റാണ് ശരിക്കും ബാസ് സബ്വൂഫറിന് ഉപയോഗിക്കുന്നത്. അല്ലാതെ നമുക്ക് ചാനലിലുള്ള ബാസിന് വേണ്ടിയിട്ടല്ല. ചാനലിലുള്ള ബാസ് ചാനൽ സ്പീക്കേഴ്സ് കൂടെ തന്നെ വരണം. ഇതാ ഇവിടെ മറ്റൊരു ആംപ്ലിഫയർ കുറച്ച് കംപ്ലൈൻ്റ് ആയതാണ്, പക്ഷേ സ്വഭാവം അതിൻ്റെ മേക്കിങ്ങും ഒരേപോലെയാണ്. അതായത് ഇതിനകത്ത് ബാസ് കൺട്രോൾ എന്നുള്ളത് ഇവിടെ സബ് കൺട്രോൾ എന്നുള്ളതും ഒരൊറ്റ ആവശ്യത്തിനാണ്. സബ്വൂഫറിൻ്റെ ലെവൽ ഗെയിൻ അങ്ങനെയുള്ള ഉദ്ദേശത്തിന് മാത്രമാണ്. ഇതിൻ്റെ ചാനൽസിൻ്റെ ഒരു ലെവലിലും ബാസ് കറക്റ്റായിട്ട് വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സർക്യൂട്ടിൽ നോക്കിയാൽ കാണാം, നിങ്ങൾക്ക് ഇവിടെ ബാസിൻ്റെ കൺട്രോൾ ഇവിടുന്ന് ഒഴിവാക്കിയിട്ടിട്ട് ആ ബാസ് കൺട്രോളിനുള്ള കംപ്ലീറ്റ് കമ്പണൻസും അവിടെ പ്ലേസ് ചെയ്തില്ല, കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. ട്രബിളിനുള്ള കമ്പണൻസ് ഒക്കെ ഉണ്ട്. അതായത് സബിന് വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഗെയിൻ എന്നുള്ള ഓപ്ഷനിലേക്ക് ഇതിൻ്റെ ആ ബാസ് കൺട്രോൾ കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലുള്ള ആംപ്ലിഫയറുകളാണ് ഏറ്റവും കൂടുതൽ സെയിലിനുള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള ആംപ്ലിഫയർ വാങ്ങിയിട്ടോ അല്ല ആ രീതിയിലുള്ളത് കേട്ടിട്ടോ ആളുകൾക്ക് ബാസ് ശരിക്കും സ്പീക്കർ കൂടെ വരുമോ ഇല്ല എന്നുള്ള സംശയം വരെ വന്നു വരുന്നുണ്ട്. സ്പീക്കർ കൂടെ അല്ലല്ലോ, സബ് കൂടെ ആണല്ലോ ഇടി വരേണ്ടത്, സബ് കൂടെ ആണല്ലോ ബാസ് വരേണ്ടത് എന്നുള്ളത് എത്രയോ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയും കൃത്യമായിട്ട് ജനങ്ങളുടെ ആ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലായത്. അതായത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സ്പീക്കർ ഇങ്ങനത്തെ ഒരു സ്പീക്കർ ആണെന്ന് ഉദാഹരണം വിചാരിക്കുക. ഈ ഒരു ലോക്കൽ ബോക്സിൽ നിന്ന് പോലും അത്യാവശ്യം നമുക്ക് കേൾക്കാനുള്ളൊരു ബാസ് വരും. അത് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾക്ക് അത് വരാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ആംപ്ലിഫയർ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ആംപ്ലിഫയർ ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങളത് ആ ബാസ് കൺട്രോളിലേക്ക് കിട്ടുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുത്താൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് എക്സ്പീരിയൻസും ബാസ് ലെവൽ എക്സ്പീരിയൻസ്, ബേസ് എക്സ്പീരിയൻസ് മാറും. അപ്പോൾ ചെറിയ തോതിൽ ആ ഒരു എക്സ്പീരിയൻസ് വ്യത്യാസം ഒരു ടെസ്റ്റ് ചെയ്യേണ്ട ഒരു രീതി ഞാൻ ഇപ്പോൾ ഈ ആംപ്ലിഫയർ വെച്ച് കാണിച്ചു തരാം. ഇത് വേറെ നമ്മൾ ചെയ്യുന്നൊരു ആംപ്ലിഫയർ ആണ്. ഇത് 2.1 ആണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു സബിൻ്റെ കൺട്രോളും ഒരു ഫ്രണ്ട് വോളിയം ബാസ് ട്രിബിൾ എന്നുണ്ട് കാണാം. അതായത് 2.1 ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആ മ്യൂസിക് തന്നെ ഒന്നുകൂടെ പ്ലേ ആക്കാം. സബ് കളിക്കുന്നു. ചാനൽ സ്പീക്കറാണ്. ഇനി സബ് കൊടുക്കാം. ആ വ്യത്യാസം നോക്കിയാൽ ഓക്കെ. അതായത് ഈ ബോക്സ് നിങ്ങൾക്ക് മുൻപ് മറ്റ് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. അതായത് ഒരു ലോക്കൽ ബോക്സാണ്. ഇതിനകത്തുനിന്ന് ബാസും ട്രബിളൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ അതിൻ്റെ വൂഫറിൻ്റെ പെർഫോമൻസിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോൾ ചാനൽ സ്പീക്കേഴ്സിൽ കൊടുത്താൽ എങ്ങനെ ഇരിക്കും, നല്ല ടൈപ്പിൽ വർക്ക് ചെയ്ത ചാനൽ സ്പീക്കേഴ്സ്. അതേസമയം അതിന് സൂട്ടബിളായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലൊരു സബ് വൂഫറും കൂടി കൊടുത്താൽ ഈ ഇടിവെട്ടായിരിക്കും. ഇടിവെട്ട് മീൻസ് അത് നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യും, നിങ്ങളുടെ ബോഡിയിൽ അത് ആ രീതിയിൽ കിട്ടും. കാരണം ഇവിടുന്ന് അടിക്കുന്നതും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ലോ ഫ്രീക്വൻസിയും ബോഡിയിൽ കൊടുക്കും. നിങ്ങൾക്ക് ആ പ്രഷർ അനുഭവപ്പെടാം. ആ പ്രഷർ അത് ശരിക്കും അതാണ് ബേസ്. അല്ലാതെ വെറുതെ അല്ല. ലൈറ്റ് സൗണ്ടിൽ വെക്കുന്നതും മറ്റൊരു എക്സ്പീരിയൻസ് ആണ്. അതേസമയം ഹെവി സൗണ്ടിൽ വെക്കുമ്പോഴുള്ള എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ പറഞ്ഞാൽ ആ പ്രഷർ കിട്ടുന്നത്. നമ്മുടെ ചാനലിൽ
3 വർഷം മുമ്പ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. സബ്വൂഫർ ബേസ് ആൻഡ് മെയിൻ സ്പീക്കർ ബേസ് എന്നാണ് പറയുക. അതായത് സബ്വൂഫർ എവിടെ നിന്നാണ് വർക്ക് ചെയ്യണതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റരുത് എന്നാ പറയുക. നമുക്ക് സബ്വൂഫർ നല്ല ബേസ് ഫീൽ ചെയ്യേണ്ടത് നമുക്ക് ചാനൽ സ്പീക്കേഴ്സിൽ നിന്നാണ് ബേസ് ഫീൽ ചെയ്യേണ്ടത്. സബ്വൂഫർ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ബേസ് നമുക്ക് ചാനൽ സ്പീക്കേഴ്സിൽ നിന്ന് വരുന്ന പോലെ തോന്നണം. ആ ലെവലിൽ അത് ക്രോസ് ചെയ്ത് കറക്റ്റായിട്ട് ലെവലാക്കി വെക്കണം എന്ന് പറഞ്ഞ്. ഇതൊന്ന് കേൾക്കാത്തവരുടെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കുറച്ച് ദിവസം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. അതായത് നിങ്ങളുടെ മെയിൻ സ്പീക്കറായിട്ട് ബ്ലെൻഡ് ചെയ്ത് കേൾക്കുന്നതാണോ ഇഷ്ടം, അല്ലെങ്കിൽ സബ്വൂഫറിന് തന്നെ കേൾക്കുന്നതാണോ ഇഷ്ടം? സബ്വൂഫറിന്റെ ബേസും ഫ്രണ്ട് സ്പീക്കറിനുള്ള ബേസ് ആയിട്ട് തോന്നണം. ഫ്രണ്ട് സ്പീക്കർ എത്ര ചെറുതോ എത്ര വലുതോ ആയിക്കോട്ടെ, നമ്മളുടെ സബിന്റെ എഫക്ട്, ലോ ഫ്രീക്വൻസി എഫക്ട്, LFE എന്ന് പറയുന്ന ലോ ഫ്രീക്വൻസി എഫക്ട് നമുക്ക് മെയിൻ സ്പീക്കറിന് കേൾക്കുന്നതായിട്ട് തോന്നണോ അല്ലെങ്കിൽ സബ്വൂഫറിന് കേൾക്കുന്നതായിട്ട് തോന്നണോ? അത് രണ്ടും വേർതിരിച്ച് കേൾക്കണോ, ബ്ലെൻഡ് ചെയ്ത് കേൾക്കണം. അതായത് എന്ന് പറയേണ്ടത് 3 വർഷം മുമ്പ് മീൻസ് 3.5 വർഷമായി ഉണ്ടാവും, അത്രയും വർഷം മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിത് അന്ന് മുതലേ തുടങ്ങിയത് ഇത് ഈ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ്. അതായത് ഈ രീതിയിൽ തന്നെയാണ് അന്നേ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ അത് കൂടുതൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഈ ബട്ടണിൽ കൊടുക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക. ഇപ്പോഴത്തെ അത്രയും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അന്ന് പറഞ്ഞില്ല, അന്ന് അതിൻ്റെ ആസ്പെക്ട്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാലും ഒന്ന് കണ്ടു നോക്കുക താല്പര്യമുള്ളവർ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ നമ്മൾ ആംപ്ലിഫയറും സ്പീക്കേഴ്സും സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് അവർ ചെക്ക് ചെയ്ത് തന്നാൽ പോരാ, നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇവിടെ എൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഈ ആംപ്ലിഫയർ ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. ഈ ആംപ്ലിഫയറിന് ഇതിൻ്റെ യൂസർ ഇവിടെ വരികയാണ്, ഇതിൻ്റെ കസ്റ്റമർ ഇവിടെ വരികയാണെങ്കിൽ ഞാനത് വെച്ചിട്ട് ആദ്യം ഞാൻ വർക്ക് ചെയ്യിച്ച് കാണിച്ചു കൊടുക്കും. എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യൂ എന്ന് പറയും. അപ്പോൾ ആ രീതിയിൽ ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് എന്തൊക്കെയാണ് സംശയമുള്ളത് അവിടെ ക്ലിയർ ആവും. അതായത് ബാസ് കൂട്ടുമ്പോൾ ബാസ് വരുന്നുണ്ടോ, ട്രബിൾ വരുന്നുണ്ടോ, സബ്ബെന്ന് വരുന്നുണ്ടോ, അപ്പോൾ അത് ഇങ്ങനെ അതിപ്പോൾ ടാലി ആക്കുന്നത്, അതായത് ഇത് തമ്മിൽ ബാലൻസ് ചെയ്യുന്നതിൻ്റെ ഒരു രീതി ഉണ്ടല്ലോ. ഇത് ചാനൽ സ്പീക്കേഴ്സ് മൊത്തം തിരിച്ച് സബ്ബ് മൊത്തം തിരിച്ചിട്ടിട്ടല്ല ശരിക്കും പാട്ട് കേൾക്കേണ്ടത് എന്നുള്ളത് ഒരുവിധം എക്സ്പീരിയൻസ് ഉള്ളവർക്കറിയാം. അപ്പോൾ അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ അപ്പോൾ തന്നെ ആ കസ്റ്റമർക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് അവർ അത് ഓക്കെ ആണെങ്കിൽ അത് തൃപ്തിയായിട്ടാണ് ഇവിടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ രീതിയിൽ ഉള്ള ആ സാധനങ്ങൾ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അതല്ല എങ്കിൽ പിന്നെ ബാസ് കുറവ്, ട്രബിൾ കുറവ്, സബ്വൂഫറിൽ നിന്ന് ഇടി വരുന്നില്ല, മുഴക്കം വരുന്നു, ചിലപ്പ് വരുന്നു, ചാനലിൽ നിന്ന് ചിലപ്പ് വരുന്നു, ഹമ്മിങ് വരുന്നു, നോയ്സ് വരുന്നു, അങ്ങനത്തെ എല്ലാവിധ കാരണങ്ങളും അത് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ, അതായത് വാങ്ങുമ്പോൾ തന്നെ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് സെലക്ട് ചെയ്യാത്തത് കൊണ്ടാണെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ പിന്നെ അടിപൊളിയായിരിക്കും, നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിലാണ്.